ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മുന്നേറ്റത്തോടെ UDF അധികാരത്തിലേക്ക്. LDF 35 സീറ്റിലൊതുങ്ങി. 3 മണ്ഡലങ്ങളിൽ NDA. ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ UDFന്റെ മുന്നേറ്റം. പരാജയം ഏറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് ജയം. പശ്ചിമബംഗാളിലും അസമിലും BJP അധികാരത്തിലേക്ക്. പുതുച്ചേരിയിൽ NDA സഖ്യം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ TVKയുടെ മുന്നേറ്റം. പശ്ചിമബംഗാളിലെയും അസമിലെയും NDAയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള പിന്തുണയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് രാഹുൽ ഗാന്ധി. IPLൽ ലക്നൌവിനെതിരെ ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF തരംഗം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവെച്ച് UDF വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. LDF 35 സീറ്റുകളാണ് നേടിയത്. NDA 3 സീറ്റ് നേടി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് LDF 35 സീറ്റിലേക്ക് ചുരുങ്ങിയത്. UDFന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. ശക്തമായ ഇടതുകോട്ടകളെ തകർത്താണ് സംസ്ഥാനത്ത് UDFന്റെ തേരോട്ടം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ CPIM 26 മണ്ഡലങ്ങളിലും CPI 8 സീറ്റിലുമാണ് മുന്നേറ്റം കാഴ്ചവെച്ചത്. UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. LDFന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് GR അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനും വിജയിച്ചു. തൃത്താലയിൽ MP രാജേഷും പത്തനാപുരത്ത് KB ഗണേഷ് കുമാറും കളമശ്ശേരിയിൽ P രാജീവും ഇരിഞ്ഞാലക്കുടയിൽ R ബിന്ദുവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ആറന്മുളയിൽ വീണ ജോർജും നേമത്ത് V ശിവൻകുട്ടിയും തിരൂരിൽ O അബ്ദുറഹ്മാനും എലത്തൂരിൽ AK ശശീന്ദ്രനും ഏറ്റുമാനൂരിൽ VN വാസവനും ചടയമംഗലത്ത് J ചിഞ്ചുറാണിയും മാനന്തവാടിയിൽ OR കേളുവും തോറ്റു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല ഹരിപ്പാടും K മുരളീധരൻ വട്ടിയൂർക്കാവിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയം നേടി. G സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി KK ശൈലജ പേരാവൂരിലും ജോസ് K മാണി പാലായിലും പരാജയപ്പെട്ടു. UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും 85,000-ലേറെ വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കൊണ്ടോട്ടിയിൽ T അഷ്റഫ് അലി, കോട്ടക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങൾ, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, തൃക്കാക്കരയിൽ ഉമാ തോമസ്, തിരൂരങ്ങാടിയിൽ PMA സമീർ, വള്ളിക്കുന്നിൽ TV ഇബ്രാഹിം, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് എന്നിവരാണ് 50,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത്. കൽപ്പറ്റയിൽ T സിദ്ദിഖ്, മങ്കടയിൽ മഞ്ഞളാംകുഴി അലി, വണ്ടൂരിൽ AP അനിൽകുമാർ എന്നിവരാണ് 45,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ NDA അക്കൌണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും NDA സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും V മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയം നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് സീറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ NDA 2ാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തിരുവല്ല മണ്ഡലങ്ങളിലും 2ാം സ്ഥാനം NDAയ്ക്കാണ്. മലപ്പുറത്ത് UDF തേരോട്ടം. ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വിജയം നേടിയാണ് UDFന്റെ ചരിത്ര നേട്ടം. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. സംസ്ഥാനത്ത് മുഴുവൻ ആഞ്ഞടിച്ച തരംഗത്തിന് ഒരു പടി കൂടി കടന്ന് സ്വപ്ന സമാനമായ പ്രകടനമാണ് മലപ്പുറം ജില്ലയിൽ UDF കാഴ്ചവെച്ചത്. 16 നിയമസഭാ മണ്ഡലങ്ങളിൽ 16 വിജയിച്ചാണ് UDF എതിരാളികളെ പാടെ നിഷ്പ്രഭമാക്കിയിട്ടുള്ളത്. 2021 LDF വിജയിച്ച തവനൂർ, പൊന്നാനി, താനൂർ, നിലമ്പൂർ എന്നീ മണ്ഡലങ്ങൾ പിടിച്ചെടുത്ത UDF മറ്റ് മണ്ഡലങ്ങളിൽ തങ്ങളുടെ ഭൂരിപക്ഷം വൻതോതിൽ വർദ്ധിപ്പിച്ചു. മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 85,000-ലപ്പുറമാണ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിന്റെ 50,000 പിന്നിട്ട ഭൂരിപക്ഷവും ജില്ല
ജില്ലയിൽ ആഞ്ഞടിച്ച UDF തരംഗത്തിന്റെ ശക്തി വ്യക്തമാക്കുന്നതാണ്. പൊന്നാനി, തവനൂർ എന്നീ പരമ്പരാഗത മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടത് LDFന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നതായിരുന്നു. തിരൂരിൽ പരാജയപ്പെട്ട മന്ത്രി V. അബ്ദുറഹ്മാനും സംസ്ഥാനത്ത് തോറ്റ പ്രമുഖ LDF നേതാക്കളുടെ പട്ടികയിൽപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 107 നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVKയാണ് മുന്നിൽ. AIADMK സഖ്യം 50 സീറ്റിലും 76 സീറ്റിൽ DMK സഖ്യവും ലീഡ് ചെയ്യുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കൊളത്തൂരിൽ പിന്നിലാണ്. നടൻ വിജയ് പേരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് മണ്ഡലങ്ങളിൽ മുന്നിലാണ്. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ AINRC നേതൃത്വം നൽകുന്ന NDA സഖ്യം 17 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 6 TVK 4 മുന്നിലാണ്. പശ്ചിമ ബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 205 മുന്നിലെത്തി BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 82 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. CPM, കോൺഗ്രസും ഓരോ സീറ്റിലും, മറ്റുള്ളവർ 3 സീറ്റുകളിലും മുന്നിലാണ്. മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായ സുവേന്ദു അധികാരിയേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ്. അസമിലെ 126 സീറ്റുകളിൽ 101 ലീഡ് ചെയ്ത് BJP സഖ്യം തുടർ ഭരണം ഉറപ്പിച്ചു. 22 മാത്രമാണ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. സഖ്യകക്ഷികളായ AGP 5 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 6 സീറ്റും നേടി. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും അവസാന ഘട്ടത്തിലാണ്. ഔദ്യോഗിക ഫലമനുസരിച്ച് ഗുജറാത്തിലെ ഉംറേഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാൻഡിലെ കൊറിഡാൻ, ത്രിപുരയിലെ ധർമാനഗർ എന്നിവിടങ്ങളിൽ BJP വിജയിച്ചു. കർണാടകയിലെ ഭഗൽകോട്ട്, ഭാവൻഗരെ സൌത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു. മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ NCP വിജയിച്ചു. പശ്ചിമബംഗാൾ, അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ NDAയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള അചഞ്ചലമായ പിന്തുണയെയാണ് കാണിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹത്തായ ജനവിധിക്ക് അസമിലെയും ബംഗാളിലെയും ജനങ്ങൾക്ക് നന്ദി പറയുന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽ ഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ പരാജയം അപ്രതീക്ഷിതമെന്ന CPIM. പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് പോരായ്മകൾ തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കുറിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹോർമൂസ് കടലിടുക്കിൽ പ്രവേശിക്കുന്നതിനെതിരെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇറാൻ. മേഖലയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശ്രമത്തെയും ബലപ്രയോഗത്തിലൂടെ നേരിടുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ജലപാതയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സഹായിക്കുന്നതിന് ഇന്നു മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. യുക്രൈന്റെ വടക്കുകിഴക്കൻ മേഖലയായ ഖാർക്കിവിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു, 18 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതായി ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് WHO അറിയിച്ചു. 3 മരണങ്ങളും അണുബാധകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും സൂചനയുണ്ട്. അണുബാധ സ്ഥിരീകരിച്ച 6 പേരിൽ 3 പേരാണ് മരിച്ചത്. രോഗബാധിതരായ എലികളുടെ മൂത്രം, കാഷ്ടം, ഉമിനീർ എന്നിവയിലൂടെയാണ് ഹാൻഡ വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മുന്നേറ്റത്തോടെ UDF അധികാരത്തിലേക്ക്. LDF 35 സീറ്റിലൊതുങ്ങി. 3 മണ്ഡലങ്ങളിൽ NDA. ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ UDFന്റെ മുന്നേറ്റം. പരാജയം ഏറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് ജയം. പശ്ചിമബംഗാളിലും അസമിലും BJP അധികാരത്തിലേക്ക്. പുതുച്ചേരിയിൽ NDA സഖ്യം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ TVKയുടെ മുന്നേറ്റം. പശ്ചിമബംഗാളിലെയും അസമിലെയും NDAയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള പിന്തുണയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് രാഹുൽ ഗാന്ധി. IPLൽ ലക്നൌവിനെതിരെ ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.